ഈ സ്ഥലം സഭയിലെ സഹോദരൻ പോൾസൺ ദയവായി മോട്ടോർ ഓൺ ചെയ്യണം. ഓവർഹെഡ് ടാങ്കിലെ വെള്ളം കഴിഞ്ഞു. താങ്ക് യു. ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു പറ്റം പേരുകളെ ഒന്ന് അരിച്ചെടുത്താൽ അതിൽ നിന്ന് പുറത്തു വരുന്ന, സംശുദ്ധമായി പുറത്തു വരുന്ന ചുരുക്കം ചില പേരുകളിൽ 2 അക്ഷരം കൊണ്ട് ലോകമെമ്പാടുമുള്ള വേർപെട്ട ദൈവമക്കളുടെ മനസ്സിൽ ഇടം തേടിയ ഊർജ്ജസ്വലനായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് GK. കുട്ടികളോടുള്ള തന്റെ സ്നേഹവും കരുതലും കൊണ്ട് കുട്ടികൾക്കിടയിൽ GK അങ്കിളായി അറിയപ്പെടുന്നു. അപ്പോൾ തന്നെ പത്രപ്രവർത്തനം, എഴുത്ത്, ഗാനരചന തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ വളരെ സ്തുത്യർഹമായ നിലയിൽ അതിരുകളില്ലാതെ സുവിശേഷത്തിന് വേണ്ടി ഓടുന്ന സഹോദരൻ ജോർജ് കോശി മൈലപ്ര ഇവിടെ ഇന്ന് പ്രകാശിപ്പിക്കുന്ന ഈ പുസ്തകത്തിന്റെ നിരൂപണത്തിനായി തയ്യാറായി ഇരിക്കുന്നു. പ്രിയ സഹോദരനെ അതിനായി ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനവരെ, പ്രിയമുള്ളവരെ, വളരെ സമുജ്വലമായ ഒരു സമ്മേളനം, സമാരാധ്യമായ ഒരു സദസ്സ്. തീർച്ചയായിട്ടും സംഘാടകർക്ക് അഭിമാനിക്കാം. മഹാനായ എം ഇ ചെറിയാൻ സാറിന് വളരെ സമുചിതമായ ഓർമ്മയുടെ പൂക്കളാണ് നാം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കപ്പുറം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന MEC ക്രൈസ്തവ കൈരളിയുടെ മധുര കവി എന്ന ഈ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ലഭ്യമായ സമയത്തിൻ്റെ പരിധിയിൽ നിൽക്കുവാൻ വേണ്ടി ഞാനത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ അത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ ഓർക്കാതെ മറന്നുകളഞ്ഞു. ഉൽപ്പത്തി 40:23. മനഃപൂർവ്വമായിരിക്കുകയില്ല, ജോലി തിരക്കിൽ സംഭവിച്ചതാവാം. പക്ഷെ വളരെ വലിയ ഒരു കൃത്യ വിലോപമായിരുന്നു അത്. ഓർമ്മിക്കപ്പെടേണ്ട പലരും ഇന്ന് വിസ്മരിക്കപ്പെടുന്നുണ്ട്, മനഃപൂർവ്വമോ അല്ലാതെയോ. ഈ പശ്ചാത്തലത്തിലാണ് MEC ക്രൈസ്തവ കൈരളിയുടെ മധുര കവി എന്ന ഗ്രന്ഥത്തെ വിശകലനം ചെയ്യേണ്ടത്. ഞാൻ നന്ദി പറയുന്നു ഫിബായിക്ക് ഇങ്ങനെ ഒരു മഹത് ദൗത്യത്തിന് ഒരുമിട്ടിറങ്ങിയതിന്. ഒപ്പം കുറേയധികം മാസങ്ങൾ അഹോരാത്രം അധ്വാനിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ലിജോയ്ക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിനും. ഈ ഗ്രന്ഥത്തിൽ വ്യക്തിപൂജയില്ല, എന്നാൽ കർത്തൃപൂജയുണ്ട് താനും. ഒരു കാലഘട്ടത്തെ ആത്മപ്രഭാപൂരിതമാക്കിയ MEC എന്ന കൊച്ചു മനുഷ്യനെ തന്ന മഹാദാതാവായ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. MEC എന്തായിരുന്നു എന്ന ചോദ്യത്തിന് എന്തായിരുന്നില്ല എന്ന മറുചോദ്യമാണ് ഉചിതമായ ഉത്തരം. 1993 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ MEC നിത്യതയിലേക്ക് മാറ്റപ്പെട്ട ശേഷം 6 മാസം കഴിഞ്ഞ് 1994 ഏപ്രിൽ ME ചെറിയാൻ സ്മരണിക എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതാണ് ഇത്. 61 എഴുത്തുകാരെ കോർത്തിണക്കിയുള്ള ഈ ഗ്രന്ഥം GLS പ്രസിദ്ധീകരണമായിരുന്നു. അന്ന് അതിൻ്റെ പുറം പേജിൽ MECയെ പറ്റി ഇങ്ങനെ എഴുതുകയുണ്ടായി: ദൈവകൃപയും സർഗശക്തിയും സമർപ്പണവും ദൈവ നിയോഗവും
ഒത്തുചേർന്നാൽ ഒരു വ്യക്തി എന്തായിത്തീരുമോ അതായിരുന്നു എമ്മി ചെറിയാൻ. പ്രേക്ഷണീയനായ പ്രേക്ഷിതവര്യൻ, സമർത്ഥനായ സംഘാടകൻ, പ്രതിപാദനനായ പത്രാധിപർ, ഗ്രഹണപടുവായ ഗ്രന്ഥകാരൻ, കവനകുശലനായ കവിവരൻ, കീർത്തിഭാക്കായ കീർത്തനകാരൻ, സ്ഥാനീയ സഭകളുടെ സ്ഥാപക ശില്പി, പ്രശസ്തനായ പ്രഭാഷകൻ, പ്രഗത്ഭനായ പ്രബോധകൻ എന്നിവ തൻ്റെ തൊപ്പിയിലെ പൊൻതൂവലുകൾ മാത്രം. അനേകം പുരുഷായസ്സുകൾ കൊണ്ട് നേടുവാൻ കഴിയുന്ന നേട്ടങ്ങൾ 77 സംവത്സരം കൊണ്ട് കൈവശപ്പെടുത്തിയ MECയുടെ ജീവിതത്തിലൂടെ ഒരു പുനർവായനയാണ് MEC ക്രൈസ്തവ കൈരളിയുടെ മധുരകവി എന്ന ഗ്രന്ഥം. അപ്പോൾ തന്നെ ഇത് തികഞ്ഞ വ്യത്യസ്തതയും തനിമയും പുലർത്തിയിരിക്കുന്നു. ഗ്രന്ഥരചനയുടെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് മുഖ്യ പത്രാധിപർ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ജോർജ് മാത്യു കാനഡ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഈ സ്മരണീയയുടെ പ്രസിദ്ധീകരണത്തിലൂടെ പ്രസാധകരായ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് സൂചിപ്പിക്കട്ടെ. 300-ലധികം ഗാനങ്ങളാണ് എമ്മി ചെറിയാൻ രചിച്ചിട്ടുള്ളത്. പാട്ട് എഴുതുവാൻ ഒരു പാട്ട് എന്നതായിരുന്നില്ല തൻ്റെ ലക്ഷ്യം. വചനധ്യാനവും പഠനവും പ്രാർത്ഥനയും ജീവിതവും രോഗവും പട്ടിണിയും അവഗണനയും എല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോ ഗാന നിർമ്മിതിക്കും ഹേതുവായി തീർന്നു. സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ പ്രസവ വേദനയോടെയാണ് അവ പിറവിയെടുത്തത്. ചെറിയാൻ ഗാനങ്ങളുടെ ഏറ്റവും പ്രധാന സവിശേഷതയായി വിലയിരുത്തപ്പെടുന്നത് അവ പാടിപ്പോകാനുള്ളതല്ല, അവ ധ്യാനാത്മകവും പഠനാർഹവുമാണ്. ദൈവശാസ്ത്രപരമായ ചിന്താധാരകൾ നിരവധിയുള്ള, സാഹിത്യമിതമുള്ള ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ ഇവയെല്ലാം കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമാണ് ഈ ഗ്രന്ഥം. ജീവൻ തുടിക്കുന്ന ഈ ഗ്രന്ഥത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതിൻ്റെ കവർ ചിത്രമാണ്. ജീവൻ തുടിക്കുന്ന ഒരു വികാര പ്രപഞ്ചം മുഴുവൻ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു കവർ ചിത്രമാണ് ഈ ഗ്രന്ഥത്തിന് ഉള്ളത്. ശ്രദ്ധേയനായ ചിത്രകാരൻ ജോൺ പുളിനാടനാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 58 പ്രൗഢ ഗംഭീര പഠനങ്ങളാണ് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. MEC എന്ന ത്രയാക്ഷരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ അനാവരണം ചെയ്യുന്ന ലിജോ പാലമറ്റത്തിന്റെ പഠനത്തോടുകൂടിയാണ് ഇതിന്റെ തുടക്കം. പരിശുദ്ധാത്മാവിന്റെ ചിറകടി മധ്യതിരുവാങ്കൂറിൽ ആഞ്ഞടിച്ച കാലത്തിന്റെ കാഴ്ചകളും കുറയന്നൂരെ താന്നിക്കപ്പുറത്തോട്ട് കുടുംബം സുവിശേഷത്തിന്റെ കാതൽ തിരിച്ചറിയുന്നതും ഇതിന്റെ പ്രമേയമാണ്. കുഞ്ചച്ചൻ ഏലിയാമ്മ ദമ്പതികൾക്ക് ജനിച്ച ആദ്യത്തെ 3 കുഞ്ഞുങ്ങളും നമ്മുടെ പുതിയ മന്ത്രി മണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 1, 2, 3 അങ്ങനെ മരണത്തിന്റെ പിടിയിൽ അമർന്നു. ഒടുവിൽ കാത്തിരുന്ന് ജനിച്ച മകനായിരുന്നു എമ്മി ചെറിയാൻ, അങ്ങനെ അറിയപ്പെടുന്ന പൊടിയൻ. 2ാം വയസ്സിൽ മൂത്ത 3 പേർക്കും ഉണ്ടായ അതേ മാരക രോഗം അദ്ദേഹത്തിന് പിടിപ്പെടുകയും അദ്ദേഹവും മരണത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമായിരുന്നു. അത് നാം ഇന്നറിയുന്ന ചരിത്രം. MECയുടെ ബാല്യം, കൗമാരം, പൊതുപ്രവർത്തനം, വിവാഹം, YMEF, ജോലി വിട്ട് പ്രേക്ഷിത വേലയിലേക്ക് പ്രവേശിക്കുന്നത്, SBS, മധുര, എഴുത്ത് ജീവിതം തുടങ്ങി സാമാന്യം സവിസ്തരമായ ജീവിത കഥനമാണ് ഈ ലേഖനം. അതുതന്നെ ഒരു ചെറിയ പുസ്തകമാക്കാവുന്നതാണ്. 2ാമത്തെ ലേഖനവും മറ്റൊരു ചെറുഗ്രന്ഥമാണ്. ക്രിസ്തീയ കീർത്തന ധാരകളെ പറ്റിയുള്ള ഒരു പഠനം. ബഹുമാനായ JC ദേവ് സാർ എഴുതിയ ഒരു ലേഖനമാണ്. ലെബാനോൻ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന അയ്യോൺ, ഹസ്ബാനി എന്നീ നീരുറവകളും ഹെർമോനിൽ നിന്നും പുറപ്പെടുന്ന ദാൻ, ബെനിയാസ് എന്നീ ജലപാതങ്ങളും ഒരുമിച്ച് താഴേക്ക് പതിച്ച് ഹ്യൂല താഴ്വരയിൽ സമ്മേളിച്ച് യോർദാൻ നദിയായി രൂപം കൊണ്ട് ഗലീലക്കടലിലേക്ക് ഒഴുകി പോകുന്നതുപോലെ ആഗോള ക്രൈസ്തവ സമൂഹത്തിൽ അവിടെയും ഇവിടെയും രൂപം കൊണ്ട സംഗീതധാര, വിശേഷിച്ച് മലങ്കര ക്രൈസ്തവ സമൂഹത്തിൽ ഉടലെടുത്ത കീർത്തന ശാഖാ സാഹിത്യത്തെക്കുറിച്ചുള്ള ദീർഘമായ ഒരു പഠനമാണ് ഇത്. നാഗലിലൂടെ, KV സൈമണിലൂടെ MECയിൽ എത്തി നിൽക്കുന്ന ഒരു അമൃതധാര. നിരവധി സെക്കുലർ രചയിതാക്കൾ അവരുടെ സംഭാവനകൾ ഇതിലുണ്ട്. ഡോക്ടർ സാമുവൽ ചന്ദ്രപ്പള്ളി, ഡോക്ടർ റോസി തമ്പി, ഡോക്ടർ സാമുവൽ, പ്രൊഫസർ കോശി തലക്കൽ, പ്രൊഫസർ ജോസ് പാറക്കടവിൽ, ജോജി ടി സാമുവൽ, തോമസ് വർഗീസ് തുടങ്ങി വിവിധ വ്യക്തികളുടെ പണ്ഡിതോചിതമായ പ്രൗഢഗംഭീരമായ പഠനങ്ങൾ ഈ ഗ്രന്ഥത്തെ സമ്പുഷ്ടമാക്കുന്നു. MECയുടെ ഗാനങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഈ ഗ്രന്ഥത്തിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഒരു കാലത്ത് ക്രൈസ്തവരുടെ ദേശീയ ഗാനമായിരുന്ന സിയോൻ സഞ്ചാരി ഉൾപ്പെടെ 20-ലധികം ഗാനങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ കുട്ടിപ്പാട്ടുകളും വിചിന്തനത്തിന് വിധേയമായിട്ടുണ്ട്.
ചെറിയാൻ ഗാനങ്ങളിലെ ഭക്തിരസം, ക്രിസ്തുശാസ്ത്രം, കാവ്യാത്മകത, പ്രാസഭംഗി, ആശയഗാംഭീര്യം, ഉപദേശ സത്യങ്ങൾ, ജനകീയത, ജീവിത ദർശനം എന്നിവയൊക്കെ വെവ്വേറെ പഠന വിഷയമാക്കിയിരിക്കുന്നു. MECയിൽ ഒരു നിഷേധി ഉണ്ടായിരുന്നു. ഒഴുക്കിനെതിരെ നീന്താൻ തയ്യാറാകാത്ത, ഉലകത്തിന്റെ ഉപചാരങ്ങളെ തൃണവൽഗണിക്കുന്ന ഒരു നിഷേധി. ഉലകമേ, നീ ഉയർച്ച നൽകി ഉപചരിക്കേണ്ട, എന്നെ നീ ആകർഷിക്കേണ്ട എന്ന് ധൈര്യപൂർവ്വം പറയുവാനുള്ള ഒരു ആത്മീകത്തരം ME ചെറിയാൻ ഉണ്ടായിരുന്നു. ജോൺ പുളിനാടൻ്റെതാണ് ഈ വിലയിരുത്തൽ. ഇതുകൂടാതെ ഇവിടെ ഇരിക്കുന്ന അനേക വ്യക്തികൾ വളരെ പ്രൗഢോജ്വലമായ ലേഖനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒടുവിലായി ഒരു അകാല പ്രജ പോലെ ഞാനും ചില ഓർമ്മക്കുറിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഴുത്തുകാരൻ്റെ ഒരു ഗാനരചയിതാവ് ആ ഗാനം രചിക്കുമ്പോൾ ഒരു പ്രത്യേകമായ തരംഗ ദൈർഘ്യമുണ്ട് ആ എഴുത്തിന്റെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ. ഒരു ഗാനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ആ ഗാനം രചിക്കുമ്പോൾ എഴുത്തുകാരന്റെ ഹൃദയത്തിലുള്ള തരംഗ ദൈർഘ്യം അതേ വേവ് ലെങ്തിലേക്ക് ഗായകനെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. ME ചെറിയാൻ സാറിന്റെ ഗാനങ്ങൾക്ക് ആ ഒരു സവിശേഷ സിദ്ധി ഉണ്ടായിരുന്നു. എഴുത്തുകാരന്റെ ഹൃദയത്തിലുള്ള അതേ താളലയങ്ങൾ, അതേ തരംഗ ദൈർഘ്യത്തിലേക്ക് വായനക്കാരനെയും കൊണ്ടുവരിക എന്നുള്ളത്. അദ്ദേഹം ഒരു ദന്തഗോപുര നിവാസിയായി നിൽക്കാതെ ആസ്വാദകന്റെ തലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഗാനങ്ങൾ രചിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. മഹാകവി KV സൈമണും ME ചെറിയാനും രണ്ട് ധ്രുവങ്ങളിലുള്ളവരായിട്ടാണ് നാം പൊതുവെ കാണാറുള്ളത്. എന്നാൽ അവർ തമ്മിൽ ധാരാളം സാധർമ്യങ്ങളുണ്ട്. ഗാനങ്ങളുടെ കാര്യത്തിൽ തന്നെ അതിന്റെ ഈണത്തിലും പദങ്ങളിലും ആശയങ്ങളിലും ആവിഷ്കാരങ്ങളിലും ഒക്കെ ഗുരു ശിഷ്യ ബന്ധം വളരെ പ്രകടമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പരദേശി മോക്ഷയാത്ര എന്ന ഗ്രന്ഥം രചിച്ചത് ജോൺ ബെനിയനാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ MECക്കുമുണ്ട് ഒരു പരദേശി മോക്ഷയാത്ര. അല്പം മുമ്പ് ഇവിടെ പാടിയ ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ എന്ന അനശ്വര ഗാനമാണ് ഇത്. MECയുടെ ജീവിതം അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന ദർശനം ചില സഹോദരന്മാർക്കുണ്ടായിരുന്നു. അതിന്റെ ഫലമായി ആ സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് 20-ലധികം ബഹുവർണ്ണ ചിത്രങ്ങളോടുകൂടിയ ഒരു വിഷ്വൽ എയ്ഡ് ദോഹ VBSന്റെ ചുമതലയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് MEC മാൻ ബിയോണ്ട് ദ ടൈംസ്. 20-ലധികം മനോഹരമായ ചിത്രങ്ങളാണ് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം സാമാന്യം വിശദമായിട്ട് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏതാനും കോപ്പി സഹോദരൻ ജോസ് മോളിന്റെ ബുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അതിന്റെ പ്രസാധകർ 250 രൂപയാണ് വിലയിട്ടതെങ്കിലും 100 രൂപയ്ക്ക് അതിവിടെ ലഭിക്കും. ഏതാനും കോപ്പികൾ മാത്രമേ ഇവിടെയുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഇതിന്റെ കെട്ടും മട്ടും അല്ലെങ്കിൽ ലേഔട്ട്, ഡിസൈൻ, പ്രിന്റിംഗ് ഇത് അതീവ സുന്ദരവും അതിഗാംഭീര്യവുമാർന്നതാണ്. അച്ചടിക്ക് 100-ൽ 100 മാർക്കും വേണം തീർച്ചയായിട്ടും കൊടുക്കാവുന്ന ഒരു കാര്യം എന്നുള്ള ആ പ്രസ്താവന 4 വാക്കുകളിൽ ഞാൻ ഒതുക്കി പറയട്ടെ. ഈ പുസ്തകം അച്ചടിച്ചത് തൃശ്ശൂർ എബനേസർ പ്രസ്സിലാണ്. അതിന്റെ മഹത്വം ആ പുസ്തകത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. തത്വചിന്തകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണിയോടുകൂടെ ഞാൻ ഈ വിശകലനം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ വായിക്കാൻ കൊള്ളാവുന്നത് എന്തെങ്കിലും എഴുതുക, ഒന്നുകിൽ വായിക്കാൻ കൊള്ളാവുന്നത് എന്തെങ്കിലും എഴുതുക, അല്ലെങ്കിൽ എഴുതാൻ കൊള്ളാവുന്നത് പോലെ ജീവിക്കുക. ഒന്നുകിൽ വായിക്കാൻ കൊള്ളാവുന്ന എഴുതുക, അല്ലെങ്കിൽ എഴുതാൻ കൊള്ളാവുന്നത് പോലെ ജീവിക്കുക. ഒന്നാമത്തേത് ഏറെ ശ്രമകരമാണ് എന്ന് എഴുത്തുകാർക്കെല്ലാം അറിയാം. ഒരുപക്ഷെ രണ്ടാമത്തേത് അതിനേക്കാൾ ശ്രമകരമാണ്, എഴുതാൻ കൊള്ളാവുന്ന ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ദോഷൈക ദൃഷ്ടി എന്ന മലയാളി സമൂഹത്തിന്റെ സവിശേഷമായ ഒരു സ്വഭാവം അവരുടെ സവിശേഷതയായിരിക്കും പ്രത്യേക പശ്ചാത്തലത്തിൽ. എന്നാൽ ഇത് രണ്ടും നിർവഹിച്ച ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ME ചെറിയാൻ സാർ. MECയെ കുറിച്ച് ഒരു വാചകത്തിൽ പറയുവാൻ ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ തൊട്ടത് എല്ലാം പൊന്നാക്കിയ അത്ഭുത ശുദ്ധി, തൊട്ടത് എല്ലാം പൊന്നാക്കിയ അത്ഭുത ശുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മഹത് ജീവിതത്തിന്റെ നേരെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾക്ക് നേരെ പിടിച്ചിരിക്കുന്ന ഒരു ദർപ്പണമാണ് MEC ക്രൈസ്തവ കൈരളിയുടെ മധുര കവി എന്ന ഈ ഗ്രന്ഥം. ഇത് അല്പനിമിഷങ്ങൾക്കുള്ളിൽ പ്രകാശനം ചെയ്യും. അതിനുശേഷം നമുക്കിവിടെ വാങ്ങുവാൻ ലഭിക്കും. 400 ഉറുപ്പികയാണ് ഇതിന്റെ വില. എന്നാൽ ഇന്ന് 50% വിലക്കിഴിവിൽ അഥവാ 200 രൂപയ്ക്ക് ആ പുസ്തകത്തിന്റെ കോപ്പി നമുക്ക് ലഭിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഭവനങ്ങളിൽ ഇതിന്റെ ഒരു കോപ്പി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കേവലം വാങ്ങി ഷോക്കേസിൽ വെക്കുക എന്നുള്ളതല്ല, ഈ മഹത് ജീവിതത്തെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ പരിവർത്തനം നടത്തുവാൻ ഇടയാകട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ, ആശംസയോടെ ഈ പുസ്തകം സഹൃദയ സദസ്സിന് മുൻപിൽ ഞാൻ അവതരിപ്പിക്കും.
നാം വളരെ ആഗ്രഹത്തോടെ വളരെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന പുസ്തക പ്രകാശനം എന്നുള്ളതാണ്. എം ഇ ചെറിയാൻ സാർ എന്ന മഹാപ്രതിഭയുടെ അകമഴിഞ്ഞ പ്രോത്സാഹനങ്ങൾ ഏറ്റുവാങ്ങി ആ വലിയ വൃക്ഷത്തിന്റെ തണലിൽ ഗുരുവിന്റെ തൂലികയിൽ നിന്നും വിടരുന്ന ആശയ വിസ്ഫോടനങ്ങൾ ആശ്ചര്യത്തോടെ നോക്കി നിന്ന് ആ നീർച്ചാലിനരികിൽ മെല്ലെ മെല്ലെ വളർന്ന് ഇന്നിന്റെ ഗാനരചയിതാക്കളായി അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാനായി ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് അനുഗ്രഹീത ദൈവദാസന്മാരാണ് ഇന്ന് നമ്മോടൊപ്പം വേദി പങ്കിടുന്ന സഹോദരൻ ചാൾസ് ജോണും സഹോദരൻ ജോർജ് പീറ്ററും. MECയുടെ ഗാനശേഖരത്തെ കുറിച്ച് വിവിധ തലങ്ങളിലുള്ള പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം പ്രകാശനം ചെയ്യുക എന്ന കടമ നിർവഹിക്കുവാൻ ഇതിൽ പരം അനുയോജ്യരായ മറ്റു വ്യക്തികളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കില്ല. മലയാള മണ്ണിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ സഹോദരൻ ചാൾസ് ജോണും സഹോദരൻ ജോർജ് പീറ്ററും തന്നെയാണ് ഇതിന് ഏറ്റവും ഉത്തമരായ വ്യക്തികൾ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഔദ്യോഗികമായി ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഇവിടെ നടക്കുന്നതിന് മുൻപായിട്ട് സഹോദരൻ ചാൾസ് ജോൺ കടന്നു വന്ന് ഈ പുസ്തകത്തെക്കുറിച്ച് ലഘുവായ ഒരു സന്ദേശം നമുക്ക് നൽകുകയും അതിനുശേഷം സഹോദരൻ ചാൾസ് ജോണിന് ഈ പുസ്തകത്തിന്റെ പ്രതി കൈമാറി ഔദ്യോഗികമായിട്ട് പുസ്തകത്തിന്റെ പ്രകാശനം ഇവിടെ നടക്കുകയാണ്. അതിനുശേഷം സഹോദരൻ ജോർജ് പീറ്റർ ഈ പുസ്തകത്തിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് ഒരു ലഘു സന്ദേശം നമുക്ക് നൽകും. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ട ചെറിയാൻ സാറിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇങ്ങനൊരു സമ്മേളനം ഉണ്ടായിരുന്നെങ്കിൽ താൻ എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, പല പ്രഗത്ഭരായ ദൈവദാസന്മാരും അവർ മൺമറഞ്ഞ ശേഷമാണ് അവരെ ആദരിക്കുവാൻ പലപ്പോഴും നമുക്കിടയാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ചെറിയാൻ സാറ് ഈ ലോകം വിട്ടതിന് ശേഷം 25 വർഷങ്ങളോളം ആകുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊരു സമ്മേളനം വിളിച്ചുകൂട്ടിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ കൈപിടിച്ച് നടത്തിയ അനേക ശുശ്രൂഷകൾക്ക് പ്രോത്സാഹനം നൽകിയ, ക്രിസ്തീയ ഗാന രചനയിൽ വളരെയേറെ എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു ദൈവദാസനായിരുന്നു പ്രിയ ചെറിയാൻ സാർ. എൻ്റെ പ്രിയ സഹോദരന്മാർ ഓർപ്പിച്ചതുപോലെ തന്നോടൊരുമിച്ച് അനേക ശുശ്രൂഷകൾ പങ്കിടുവാൻ ദൈവം എനിക്കിടയാക്കിയിട്ടുണ്ട്. വിശേഷിയ സുവിശേഷകൻ ബാലസംഘത്തിലൂടെയാണ് എനിക്ക് ആത്മീയ രംഗത്തേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞത്. അന്ന് ചെറിയ ചെറിയ ഗാനങ്ങൾ എഴുതുമ്പോൾ അതൊന്ന് പ്രസിദ്ധീകരിച്ച് കാണുവാനായി ഞാൻ ആഗ്രഹിക്കാറുണ്ടായി. എന്നാൽ അങ്ങനെ എഴുതിയ ആദ്യ ഗാനങ്ങൾ തിരുത്തി തന്ന് അത് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ പ്രകാശനം ചെയ്യുവാൻ എന്നെ വളരെ ഉത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് പ്രിയ ചെറിയാൻ സാർ. സുവിശേഷൻ ബാലസംഘത്തിൻ്റെ ക്യാമ്പിലൂടെ ആ ഗാനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുവാൻ ഇടയായപ്പോൾ അതിനെ വളരെ ധൈര്യം